ഒരു ഭാഗത്ത് ഇറാൻ US സംഘർഷം ശക്തമാകുമ്പോൾ മറുഭാഗത്ത് ആയുധങ്ങൾ തേച്ചുമിനുക്കി യുദ്ധ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കിം ജോങ് ഉൻ. ഇറാൻ US സംഘർഷം ശക്തമാകുന്നതിനിടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോ നഗരത്തിന് സമീപത്ത് രാവിലെ 6:10 ഒന്നിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നെന്ന് ദക്ഷിണ കൊറിയയും ജപ്പാനും റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കൊറിയൻ ഉപദ്വീപിന് സമീപത്തെ പ്രദേശത്ത് പതിച്ചതായും ഇവർ വ്യക്തമാക്കുന്നു. ഏപ്രിൽ മാസത്തിൽ മാത്രം ഉത്തര കൊറിയ നടത്തുന്ന 4ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണിത്. ഈ വർഷത്തെ 7ാമത്തേതും. നിലവിൽ അമേരിക്ക ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഉത്തര കൊറിയ ഈ അവസരം അവരുടെ ആണവ ശക്തിയും മിസൈൽ ശേഷിയും മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയയിലെ യെങ്നാം സർവകലാശാല പ്രൊഫസർ ലിം യു ചൂൾ പറഞ്ഞു. ഉത്തര കൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതിന് പിന്നാലെ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റിന്റെ ഓഫീസിൽ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത്തരം പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിക്കെതിരെ UN സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ ലംഘനമാണെന്നാണ് ദക്ഷിണ കൊറിയ ആരോപിക്കുന്നത്. മെയ്യിൽ US-ഉം ചൈനയും ഉത്തര കൊറിയയെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം. അതേസമയം കഴിഞ്ഞ മാസം അതിശക്തമായ പുതിയ മിസൈൽ എഞ്ചിൻ വിജയകരമായി ഉത്തര കൊറിയ പരീക്ഷിച്ചിരുന്നു. സോളിഡ് ഫ്യൂവൽ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലാണ് പരീക്ഷിച്ചത്. രാജ്യത്തിന്റെ പരമാധികാരിയായ കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷണം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്ക ആഗോളതലത്തിൽ ഭീകരവാദവും അധിനിവേശവും നടത്തുകയാണെന്ന് കിം കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈൽ പരീക്ഷണം. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ആധുനികവൽക്കരിക്കാനുള്ള കിമ്മിന്റെ നീക്കമായാണ് പ്രതിരോധ വിദഗ്ധർ ഈ മിസൈൽ പരീക്ഷണത്തെ വിലയിരുത്തുന്നത്. പുതുതായി വികസിപ്പിച്ച കാർബൺ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിന്റെ ഗ്രൗണ്ട് ജെറ്റ് പരീക്ഷണമാണ് നടന്നതെന്നും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, പുതിയ പടക്കപ്പലിൽ നിന്നും ഉത്തര കൊറിയ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചതാണ് മുൻപ് വന്ന റിപ്പോർട്ട്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ നേരിട്ടെത്തിയാണ് പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു. 5000 ടൺ ഭാരമുള്ള പുതിയ പടക്കപ്പലായ ചോങ്ഹ്യോൻ നിന്നാണ് ഉത്തര കൊറിയ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചത്. കടലിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളാണ് കപ്പലിൽ നിന്നും പരീക്ഷിച്ചത്. ഇത് നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനുമായി കിം ജോങ് ഉന്നും നാംപോ ഷിപ്പ് യാർഡിൽ എത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. പുതിയ യുദ്ധക്കപ്പലിന്റെ കടൽ പ്രതിരോധത്തിന്റെ പുതിയ അടയാളമെന്നാണ് കിം വിശേഷിപ്പിച്ചത്. വെള്ളത്തിനടിയിൽ നിന്നും മുകളിൽ നിന്നും ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ നാവികസേന അതിവേഗം വളരും. ആണവായുധങ്ങൾ സജ്ജീകരിക്കുന്നതിൽ നാവികസേന തൃപ്തികരമായ പുരോഗതി കൈവരിക്കുന്നു. സമുദ്ര പരമാധികാരം സംരക്ഷിക്കുന്നതിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ രാജ്യം കൈവരിച്ച ഏറ്റവും വലിയ മാറ്റമാണിതെന്നും കിം ജോങ് ഉൻ പറഞ്ഞതായും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഉത്തര കൊറിയയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ എന്ന വിശേഷണത്തെ ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി സംശയത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ ഈ പരാമർശം ആണവശേഷിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണെന്ന് ദക്ഷിണ കൊറിയയുടെ ദൃശ്യ വാർത്താ ഏജൻസികൾ വിലയിരുത്തുന്നു. 2025 മെയ് മാസത്തിൽ ഉത്തര കൊറിയയുടെ സമാനമായ മറ്റൊരു യുദ്ധക്കപ്പൽ നീറ്റിലിറക്കിയതിന് അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ സംഭവത്തിന് കിം ജോങ് ഉന്നും സാക്ഷിയായി. അന്ന് കടുത്ത ഭാഷയിലാണ് കിം ജോങ് ഉൻ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. കപ്പലിന്റെ പരാജയത്തെ ക്രിമിനൽ പ്രവൃത്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ അശ്രദ്ധയും ഉത്തരവാദിത്വം ഇല്ലായ്മയുമാണ് സംഭവത്തിന് കാരണമായതെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. എന്തൊക്കെയായാലും ആഗോള രാഷ്ട്രങ്ങൾ യുദ്ധ തയ്യാറെടുപ്പുകൾക്കായുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ ദിനം പ്രതി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.